ഇന്നലെ ഇസ്ലാമിക നിയമപ്രകാരം ഇന്നലെ വന്ന ന്യൂസാണ്. തറാവീഹ് നിസ്കരിക്കുന്ന ഉത്തരാഖണ്ഡിലാണെന്ന് തോന്നുന്നു. തറാവീഹ് നമസ്കാരം നിസ്കരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഹിന്ദുത്വർ വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അത്തരത്തിലുള്ള കുറെ സമീപനങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അയോധ്യയിൽ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം അത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിയമമാണ്, നമ്മുടെ നാട്ടിലെ നിയമമാണ്. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട ദിവസം എന്നാണ് പറയപ്പെടുന്നത്. ഈ പിന്നെ ചരിത്രത്തിലെ ബ്ലാക്ക് ഡേ ആണ് എന്ന രീതിയിലൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിയമപരമായിട്ട് സാധ്യതയുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുള്ളതല്ല. ഇപ്പൊ നമ്മൾ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ വിളിച്ചു നിർത്തി ചോദിച്ചിട്ട് അത് നിയമപരമായി സാധ്യതയുള്ളതാണോ എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിലുള്ള ഒരു മന്ത്രിയോട് ചോദിച്ചു, അവർക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് നിയമത്തിനെ കയ്യിലെടുക്കുന്നു എന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ഒരു പള്ളി നിപ്പുണ്ടായിരുന്നു, ആ പള്ളിയെ അവിടെ തകർത്തു എന്ന് പറയുന്നത് നിയമപരമല്ല. ഏത് നിയമത്തിലാണ് അത് സാധൂകരിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സംഭവമില്ല. നിയമപരവുമല്ല, മാനുഷിക മൂല്യം വെച്ച് നോക്കുമ്പോൾ അത് മാന്യവുമല്ല, ധാർമ്മികമല്ല. നിയമപരം അല്ലാത്തത് ധാർമ്മികമാവാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ തന്നെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് പിന്നീട് വന്നിരിക്കുന്ന കാശിയിലെയോ മധുരയിലെയോ വിഷയങ്ങൾ അങ്ങനെയല്ല. അവിടെ പൊളിക്കാൻ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദു ഡൈറ്റിയെ പിന്നെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിയമപരമായി മുന്നോട്ട് പോകും.